ഹായ് ഹലോ, ഞാൻ ഇന്നലെ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ കാര്യം പറഞ്ഞു. എന്നെ 3-4 പേരിങ്ങനെ വിളിച്ചിട്ട് കളിയാക്കുന്ന രീതിയിൽ പറയുന്നത്. അത് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ. അപ്പം ഇന്ന് നമ്മൾ വീണ്ടും അശ്വതി അച്ചുവിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. വീണ്ടും ഞാൻ ഒരിക്കലും ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാനത് വീഡിയോ ഇടാൻ നിർബന്ധിതയാകുകയാണ്. കാരണം ഈ പ്രാവശ്യം എൻ്റെ മനസ്സിന് അതുപോലെ ഞാൻ വിഷമിച്ചു പോയി ആ വീഡിയോ കണ്ടത്. അപ്പോൾ ആ കുട്ടിക്ക് ഇടയ്ക്ക് 2 വോയിസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന്, ആ കുട്ടി വളരെയധികം ഇമോഷണലി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് കിഡ്നി തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ 2-3 പേര് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മാത്രം സമ്മതം പോരാ, നിങ്ങളുടെ വീട്ടുകാരുടെ സമ്മതം വേണം. അപ്പോൾ അവരുടെ സമ്മതത്തോടെ അറിയിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ വീട്ടുകാർക്ക് സമ്മതമാണ്, എൻ്റെ ഭർത്താവിന് സമ്മതമാണ്, ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എൻ്റെ ബ്ലഡ് ബി പോസിറ്റീവാണ്, ഞങ്ങൾ കിഡ്നി തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. പിന്നെ ഈ കുട്ടി വിളിക്കുമ്പോഴത്തേനും അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവർ ആ കുട്ടിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. പിന്നെ ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാർ വന്ന് വിളിച്ചിട്ട് ആ കുട്ടിയോട് പറയുന്നു, എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കൈനീട്ടി ജീവിക്കുന്നത്, നിനക്കൊക്കെ പോയി ചത്തൂടെ, ഉളുപ്പില്ലേ ഇങ്ങനെ മറ്റുള്ളവരോട് പൈസ ചോദിച്ചുകൊണ്ട് വീഡിയോ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര വയ്യാതിരിക്കുന്ന ഒരു കുട്ടിയുടെ നേരെ ചെന്നിട്ട് അല്ലെങ്കിൽ കുട്ടീനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുന്നത്? ആ കുട്ടീനെ പറ്റിയല്ല, ആ കുട്ടിയുടെ രോഗവിവരങ്ങളെപ്പറ്റി, ആ കുട്ടി അനുഭവിക്കുന്ന വേദനകളെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സംസാരിക്കാതിരിക്കുക. ഈ കിഡ്നി രോഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ പനി വരുന്ന പോലെ പാരസെറ്റമോൾ കഴിക്കുമ്പോഴത്തേനും പെട്ടെന്ന് മാറുന്നൊരു കാര്യമല്ല. പിന്നെ കിഡ്നി രോഗത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡയാലിസിസ്. ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു എല്ലൊടിഞ്ഞു അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ തന്നെ നമ്മൾ സർജറി ചെയ്ത് മാറ്റുന്ന പോലെ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഡയാലിസിസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് മാറുന്നൊരു കാര്യമല്ല ഈ കിഡ്നിയുടെ രോഗം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി അതിൻ്റെ വേദന എന്താണെന്നോ ആ ഒരു അസുഖം വരുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്നത് എന്താണെന്നോ പോലും അറിയാത്ത ആൾക്കാർ, നിങ്ങൾക്കതിനെപ്പറ്റി അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുക. എന്തിനത്രയും വയ്യാത്തൊരു കുട്ടി, ആ കുട്ടിക്ക് നേരെ തന്നെ സംസാരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, എന്നിട്ടും ആ കുട്ടിയുടെ അവസ്ഥ വെച്ച് ആ കുട്ടി നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിട്ടുകളയുക. ഇപ്പം നിർബന്ധപൂർവ്വം വന്നിട്ട് നീ അത് ചെയ്തേ പറ്റൂ, നിങ്ങളിത് ചെയ്തേ പറ്റൂ, നിങ്ങളെനിക്ക് കാശ് തന്നേ പറ്റൂ എന്നൊന്നും ആ കുട്ടി പറയുന്നില്ലല്ലോ. കഴിയുന്നവർ ആ കുട്ടീനെ ഒന്ന് സഹായിക്കാമെന്ന് പറഞ്ഞാൽ അത്ര വലിയ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ തൊടുമ്പോൾ എടുക്കാൻ കാശുണ്ടെങ്കിൽ ആ കുട്ടി ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വന്നിട്ട് എൻ്റെ ജീവന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നിങ്ങൾക്കില്ലേ? ആ കുട്ടി നടക്കുന്നല്ല, ആ കുട്ടിയുടെ ഒരു അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെ അത് വിളിച്ച് ചോദിച്ചു? ആ കുട്ടി കഴിഞ്ഞ ദിവസമുള്ള വീഡിയോസും സ്റ്റോറീസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോൾ. അപ്പം ഞാനിങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചു, എന്തിനാ അച്ചു ഇങ്ങനെയൊക്കെ സ്റ്റോറീസ് ഇടുന്നത്? നീ നിന്നെ തന്നെ വിശ്വസിക്കുക. ഇന്നും ദൈവം നിനക്ക് കഷ്ടപ്പാട് തരുവാണെങ്കിൽ നാളെ നിനക്ക് നല്ലത് ദൈവം തരും, നിൻ്റെ അസുഖം മാറും. അങ്ങനെ ഒരു ചിന്തയോടെ തന്നെ നീ മുന്നോട്ട് പോകും. നീ അല്ലാതെ എൻ്റെ അസുഖം ഇതാണ്, ഞാൻ തോറ്റു, അല്ലെങ്കിൽ ഇനി ഞാൻ മരണത്തിനെ കാത്തിരിക്കുകയാണ്, എനിക്ക് മരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിനെ പിൻവലിക്കാതെ നീ നിന്നെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് ഞാൻ കുട്ടിക്ക് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ തന്നെ പറഞ്ഞു, ചേച്ചി ഞാൻ മടുത്ത് ചേച്ചി, അത്രയ്ക്കും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ വിളിച്ചിട്ടും എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നു, എല്ലാവർക്കും ഞാനൊരു ശല്യമാണ്, ഞാനങ്ങ് തീരുവാണെങ്കിൽ തീർന്നോട്ടെ, അല്ലെങ്കിൽ അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടാണ് ഞാനിപ്പോൾ അത് കാത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇപ്പോൾ ഇന്നൊരു ദിവസം ഡയാലിസിസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നാളെ നമ്മൾ എല്ലാവരും നടക്കുന്ന പോലെ ഓടി തുള്ളിച്ചാടി നടക്കുമൊന്നുമില്ല. ഈ ഡയാലിസിസ് എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ? ഇത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി രോഗത്തിനുള്ള ഒരിക്കലും ഉള്ള മെഡിസിൻ അല്ല. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളല്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് കിഡ്നിയുടെ അസുഖമായിരുന്നു. അപ്പോൾ അമ്മേനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ 1 മാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടുള്ള ഒരാളാണ്. അവിടെ വെച്ച് നമ്മളോട് ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ പറഞ്ഞൊരറിവിലും എൻ്റെ അമ്മ എങ്ങനെയായിരുന്നു എന്നുള്ളത് നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ 4 ഡയാലിസിസ് ചെയ്ത് 5ാമത്തെ ഡയാലിസിസിലാണ് എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടു പോകുന്നത്. ഒരു ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന് 4 മണിക്കൂറാണ്. 4 മണിക്കൂർ ഡയാലിസിസും 2 മണിക്കൂർ ഒബ്സർവേഷൻ പീരീഡും കഴിഞ്ഞ് 6 മണിക്കൂർ കഴിഞ്ഞ് അവർ ആ പേഷ്യൻറ്റിനെ പുറത്തിറക്കുകയുള്ളൂ. അതിനുള്ളിൽ അവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതിനുള്ളിൽ വെച്ച് ചിലപ്പോൾ അവർക്ക് അറ്റാക്ക് ഉണ്ടാവാം. എന്തിനും ഒരു നൂൽപാലത്തിൽ കൂടെ പോകുന്ന പോലെ ചിലപ്പം അകത്തോട്ട് കയറി പോകുന്ന ഒരാളായിരിക്കില്ല പുറത്തോട്ട് വരുന്നത്.
അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നി നമ്മുടെ ബോഡി ചെയ്യുന്നൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന ഒരു ജോലിയാണ് കിഡ്നി ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് എനിക്ക് അതിനെ പറ്റിയിട്ടും വലിയ കൃത്യതയൊന്നുമില്ല, കാരണം ഞാൻ മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ രക്തക്കുഴലിൽ ഒരു ട്യൂബ് ഇട്ടിട്ട് അതിന് 2 വശങ്ങളുണ്ടായിരിക്കും. അതിൽ ഒരു ട്യൂബിൽ കൂടെ ബ്ലഡ് വലിച്ച് ഓക്കെ, അപ്പം ഒരു ട്യൂബിൽ കൂടെ നമ്മുടെ ബ്ലഡ് വലിച്ചെടുത്തിട്ട് ഒരു ഫിൽറ്റർ മെഷീനിൽ കയറ്റി അത് ശുദ്ധീകരിച്ച് മറ്റൊരു ട്യൂബിൽ കൂടെ തിരിച്ച് നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റി വിടുന്ന കാര്യമാണ് ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ കിഡ്നി ചെയ്യേണ്ട പ്രവർത്തനത്തിനെ മറ്റൊരു മെഷീൻ വഴി ചെയ്തു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും കിഡ്നി അസുഖത്തിനുള്ള മരുന്നല്ല. ആ ഡയാലിസിസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു കിഡ്നി പേഷ്യൻറ്റിൻ്റെ കിഡ്നിയുടെ അസുഖം മാറത്തില്ല. ഡയാലിസിസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കിഡ്നി മാറ്റി വെക്കുന്നത് വരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. ആഴ്ചയിൽ 3 ദിവസം അവർക്ക് ഡയാലിസിസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ കിഡ്നി അസുഖത്തിനുള്ള മരുന്നുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയുന്നത്, നമ്മളെപ്പോലുള്ള ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റുന്നതല്ല. നമുക്കിപ്പം ഒരു ദിവസത്തേനെ ഒരു 10,000-2,000 ഒക്കെ നിസ്സാരമായിട്ട് കാണുന്നവർക്ക് അത് ജിജിബിയാണ്. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ 1000 എന്ന് പറഞ്ഞാലും 2000 എന്ന് പറഞ്ഞാലും നമുക്ക് വലിയത് തന്നെയാണ്. അപ്പോൾ 15 ദിവസത്തിനുള്ള മരുന്ന് തന്നെ 2000 രൂപയ്ക്ക് മേലെ വരും. അത് ഓരോരുത്തരുടെ കണ്ടീഷൻ വെച്ചിട്ടാണ്. എൻ്റെ അമ്മയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസത്തേന് മാത്രമുള്ള മരുന്നുകളെന്ന് പറഞ്ഞാൽ 6000 രൂപ. പക്ഷെ അന്നേരം അമ്മയ്ക്ക് ലിവറിന് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, ഹാർട്ടിന് പ്രശ്നമുണ്ടായിരുന്നു, അമ്മയ്ക്ക് പല അസുഖങ്ങളുണ്ടായിരുന്നു. കിഡ്നിക്ക് മാത്രമായിട്ടുള്ളൊരു മരുന്നെന്ന് പറഞ്ഞാൽ ഒരൊറ്റ മരുന്ന് അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ. അത് ഒറ്റ മെഡിസിൻ അല്ല കേട്ടോ, സോറി. അത് അമ്മച്ചി കിഡ്നിക്ക് തന്നെ ആയിട്ടുള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2000-ന് മേലെയാണ് മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊന്നും അറിയാതെ നീ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നു, നാട്ടുകാരോട് കാശ് ചോദിച്ച് ജീവിക്കുന്നു, നിനക്ക് പോയി ചത്തുവിടേന്നൊക്കെ ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് എവിടെ നിന്നാണുള്ളത്? ഈ എത്ര വിഷമമുള്ള കാര്യമാണെങ്കിലും ശരി, എത്ര മറ്റൊരാൾ എത്ര ചങ്കുപൊട്ടി അനുഭവിച്ച കാര്യമാണെങ്കിലും ശരി, കേൾക്കുമ്പോൾ നമുക്കത് വെറും കഥകളാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞ് ഫലിപ്പിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സിമ്പതി നേടാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്താ പറയുക അയ്യോ പാവെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ മെനഞ്ഞെടുക്കുന്ന കഥകളാണെന്നേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവം വരുന്നത് വരെ. ഈ പറയുന്ന കിഡ്നിയുടെ അസുഖം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ വരുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. എനിക്കും ഈ പറഞ്ഞ കിഡ്നിയുടെ രോഗം എന്താണെന്നോ അല്ലെങ്കിൽ ഡയാലിസിസ് എന്താണെന്നോ എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത് കിഡ്നിയുടെ രോഗം വരുന്നു, ഡയാലിസിസ് ചെയ്യുന്നു, അസുഖം മാറുന്നു. അങ്ങനെ ഞാനും ചിന്തിച്ച് വെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ആ അസുഖം വന്നപ്പോൾ. ആ കിഡ്നിയുടെ അസുഖം കാരണം എൻ്റെ അമ്മ കിടന്ന് വിഷമിക്കുന്ന കണ്ടപ്പോൾ നേരവനൊന്ന് നടക്കാൻ പറ്റത്തില്ല. 2-3 അടി അങ്ങോട്ട് നടക്കുമ്പോഴത്തേനും എൻ്റെ അമ്മ പറയും, അമ്മ മോനെ നിൽക്കപ്പം അമ്മയ്ക്ക് വയ്യ, കുറച്ച് നേരം നിൽക്കുക, നടക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു 5-10 മിനിറ്റ് കൊണ്ട് ചെല്ലേണ്ട സ്ഥലത്ത് നമ്മൾ ഇവരെ കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ അത് 3/4 മണിക്കൂറോ 1 മണിക്കൂറോ എടുക്കും. 2 അടി മുന്നോട്ട് നടക്കുമ്പോൾ അവർക്ക് വേദന കിതപ്പുണ്ടാവും, ശ്വാസം മുട്ടുണ്ടാവും. ഇങ്ങനൊരു അസുഖം വന്നതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ അനുഭവിച്ചത് എന്താണെന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കണ്ട. ദൈവത്തെ ഓർത്ത് ആ കുട്ടീനെ വിളിച്ചിട്ട് ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. അല്ല, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കുട്ടിയുടെ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്, സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മാക്സിമം ആ കുട്ടീനെ സഹായിക്കുക. നിങ്ങൾക്ക് ഡോണറെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പൈസ കൊടുത്തിട്ടാണെങ്കിലും സഹായിക്കുക. ഒരിക്കലും ആ കുട്ടിക്കെതിരെ ഇങ്ങനെയൊന്നും നിങ്ങൾ ദൈവത്തെ ഓർത്ത് പറയരുത്. ഒരാളുടെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും അയാളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാനോ ഒന്നും നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ആ ഒരു അവസ്ഥ വരുമ്പോഴേ നിങ്ങൾക്കതിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അത് ഞാൻ ഏറ്റവും മനസ്സറിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ കുട്ടിക്കും എത്രയും പെട്ടെന്ന് അത് മാറട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. കാരണം ഇതിനു മുമ്പ് ആ കുട്ടി ആ വീഡിയോ ഇടുമ്പോഴും എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഞാനും വിചാരിച്ചെന്തിനാ
ഇങ്ങനെ വീഡിയോ ചെയ്ത ആൾക്കാരോട് ചോദിക്കുന്നേ എന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാ പറയാ, ഞാനും വിചാരിച്ചു ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് മേടിക്കാമെന്ന് മൊത്തം മേടിച്ച് അവരുടെ വായിലിരിക്കുന്ന കേട്ടു. ഇനി ആരുടെ അടുത്തുനിന്ന് പൈസ മേടിക്കും? ഓരോ പ്രാവശ്യം അവർ ചെല്ലുമ്പോൾ ഓരോന്ന് മേടിക്കാൻ പറയുമ്പോഴും മരുന്നിൻ്റെ വില കേൾക്കുമ്പോഴും ചങ്കിടിക്കും. ഞങ്ങളീ കിടന്ന് വിഷമിക്കുന്ന കാണാനായിരുന്നു അമ്മയ്ക്ക് ഏറ്റവും വലിയ വിഷമം. അപ്പോൾ ആ കുട്ടി 10-14 വർഷമായിട്ട് ഈ പേഷ്യൻ്റാണ്. 8 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയാലിസിസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ആകെ 4 ഡയാലിസിസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് പോകാൻ അമ്മയും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും, ഇനി ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്തണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, കാണുന്നവർക്കൊക്കെ അത് അവൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നു. പക്ഷെ അല്ല, ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ആ കുട്ടീനെ കളിയാക്കാതിരിക്കുക, ആ കുട്ടീനെ വിളിച്ച് അങ്ങനെയൊന്നും പറയാതിരിക്കുക. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സഹായിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ഈ കിഡ്നി പേഷ്യൻറ്റിൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് കഫക്കെട്ട് ചുമ പോലെ വരുന്നു, ശ്വാസം മുട്ടുണ്ടാകും. പിന്നെ തന്നെ ശരീരം ഭയങ്കരമായിട്ട് നീര് വയ്ക്കും. നീര് വയ്ക്കുന്നതെന്ന് പറഞ്ഞ് നീര് വെച്ച് കഴിയുമ്പോൾ അവരുടെ ശരീരത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം കെട്ടിക്കിടക്കും. ഡയാലിസിസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഡയാലിസിസിന് പോകുമ്പോഴത്തേനും മേലൊക്കെ നീര് വെച്ചിട്ടായിരിക്കുന്നെങ്കിൽ ഡയാലിസിസ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും അതൊക്കെ ചുങ്ങി നോർമലായിട്ടുള്ള ഒരാളായിട്ടായിരിക്കും പുറത്ത് വരിക. എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു. പിന്നെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് വെച്ചിട്ട് ഇപ്പം കിഡ്നി പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അധികം ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ അവരെ റെസ്റ്റ് എടുക്കണം. അവർ ബെഡിൽ തന്നെയായിരിക്കും. അപ്പോൾ കുറേ അങ്ങനെ കിടന്ന് കഴിയുമ്പോഴത്തേനും ആ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് തന്നെ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞാൽ കിഡ്നി രോഗം എന്നൊക്കെ പറഞ്ഞാൽ ഡയാലിസിസ് എടുക്കുമ്പോഴത്തേനും ഒരു ഡയാലിസിസിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവുന്ന ഒരു രോഗമല്ല അത്. അതിനെപ്പറ്റി കൂടുതൽ അറിയാതെ നിങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരാൾക്ക് പറ്റിയും ഒരാളെ കളിയാക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കാനോ വേണ്ടി അങ്ങനെ പറയാൻ നിൽക്കരുത്. മനസ്സിലായോ?